അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായ സ്വാലിഹീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ ഏറ്റവും വലിയ ആയത്തുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് കുടുംബ സംവിധാനം എന്നുള്ളത്. വേർപ്പെടുത്താൻ സാധ്യമാകുന്ന ഒരു ബന്ധത്തിൽ നിന്നും ഒരിക്കലും വേർപ്പെടുത്താൻ സാധ്യമാവാത്ത ബന്ധങ്ങളെ സംവിധാനിച്ച അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് കുടുംബം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇണകളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ സംവിധാനിച്ച അള്ളാഹു, ദൃഷ്ടാന്തമായി അതിനെ പഠിപ്പിച്ച അള്ളാഹു, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ആ കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം, കരുതണം എന്ന സാരോപദേശവും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു പ്രസ്താവനയാണ്. അവിടെ അല്ലാഹു പറയുന്നുണ്ട്, ഫത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, കരുതണം എന്നും ആ കുടുംബത്തെ, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന തഖ്വ കൊണ്ടുള്ള ഉപദേശം സൂറത്തുൻ നിസാഇന്റെ തുടക്കത്തിൽ, പ്രാരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ഇന്ന് പുരോഗമനത്തിന്റെയും അത്യാധുനിക സൗകര്യങ്ങളുടെയും കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ ബൗദ്ധികമായി, ബുദ്ധിപരമായും എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന വികലമായ ചിന്താധാരകളും ആശയധാരകളും ഒക്കെ നമ്മൾ വിലയിരുത്തേണ്ടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നല്ലതാണ്. കാരണം ആണ് ആണിനെ സ്വീകരിക്കുന്നു, പെണ്ണ് പെണ്ണിനെ സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു കുടുംബപരമായി ജീവിക്കുവാൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രഥമ ബുദ്ധി, നമ്മുടെ ചിന്ത ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുകയില്ല. ഒരു ആണിനെ സ്വീകരിച്ചത് കൊണ്ടോ പെണ്ണ് പെണ്ണിനെ ഇണയായി സ്വീകരിച്ചത് കൊണ്ടോ ഒരിക്കലും ഒരു കുടുംബം കെട്ടിപ്പടുക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല എന്ന് നമുക്ക് സാക്ഷിയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിന് സാക്ഷിയാണ്. പക്ഷേ ഇന്ന് ആധുനിക തലമുറ ഈ രൂപത്തിലുള്ള വൈകൃതങ്ങളിലേക്കും വികലമായ ചിന്തകളിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നിത്യേന നമ്മൾ സോഷ്യൽ മീഡിയകളോട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കിങ്ങനെ കുടുംബ സംവിധാനങ്ങളോട് താല്പര്യമില്ല. കുടുംബ വ്യവസ്ഥ എന്നുള്ളത് ഒരുപാട് പ്രതിബന്ധങ്ങളുടെ ഒരു വേലിക്കെട്ടാണ് എന്നും അതുകൊണ്ടൊക്കെ തന്നെ സ്വതന്ത്രമായി പാറിപ്പറന്ന് ജീവിക്കുക, പ്രത്യേകിച്ചും വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയിൽ ഇന്ന് ഇത്തരത്തിലുള്ള ചിന്തകളാണ് കടന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. അവർ വൈവാഹിക തലങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനൊരു വൈവാഹിക ബന്ധത്തിലൂടെ, ഇണ എന്ന സംവിധാനത്തിലൂടെ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള ഈ കുടുംബ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ, അതിനെയെല്ലാം തകർത്തെറിയുന്ന, ഇഷ്ടമല്ലാത്ത രൂപത്തിൽ ഈ രൂപത്തിലുള്ള ജീവിത ശൈലികളെ സ്വീകരിക്കാനാണ് പലപ്പോഴും നമ്മുടെ തലമുറയിൽ ഇന്ന് ആളുകൾ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ നമുക്കറിയാവുന്ന വസ്തുതയാണ്, ഒരിക്കലും ഒരു കുടുംബത്തെ ഉയർത്തുവാൻ, പടുത്തുയർത്തുവാൻ സാധിക്കുകയില്ല ഇത്തരം സംവിധാനങ്ങളിലൂടെ. അത് പ്രകൃതി പോലും അതിന് വിരുദ്ധമാണ്, പ്രകൃതിക്ക് പോലും വിരുദ്ധമായ നടപടിക്രമമാണ് എന്ന് ഏതൊരാൾക്കും, കേവല ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല ഈ സംവിധാനത്തെ വളരെ കൃത്യമായി, എങ്ങനെയാണ് ഒരു കുടുംബം ഉണ്ടാവുക, എങ്ങനെയാണ് ഈ ഇണയിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയുന്ന ബന്ധത്തിൽ നിന്ന് വേർപ്പെടുത്താനാവാത്ത, ഇപ്പോ മകൻ മകൾ ഒരിക്കലും തന്നെ വേർപ്പെടുത്താൻ സാധിക്കാത്ത ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധത്തെ വേർപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന സംവിധാനത്തെ, ബാക്കിയുള്ള പരമ്പരകളെ അതെന്റെ മകനല്ല എന്ന് പറഞ്ഞതുകൊണ്ടോ, മകളല്ല എന്ന് വാചികമായി പറഞ്ഞതുകൊണ്ടോ എന്റെ മകളായി അല്ലാതിരിക്കുന്നില്ല, എന്റെ മകനാകാതിരിക്കുന്നില്ല, എന്റെ അനിയനോ ജ്യേഷ്ഠനോ ആവാതിരിക്കുന്നില്ല. ഈ സംവിധാനത്തെയാണ് വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ പറയുന്നത്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ
ഇണകളെ സംവിധാനിച്ചവനാണ് അല്ലാഹു. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീൻ. അങ്ങനെ ആ ഇണകളിലൂടെ, ആ പ്രക്രിയയിലൂടെയാണ് മക്കൾ ഉണ്ടാകുന്നത്. വഹഫദതൻ, അതുപോലെ തന്നെ പേരക്കിടാങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കുടുംബത്തിന്റെ സ്ട്രക്ചർ, ആ ഒരു രൂപം, ഭാവം എല്ലാം കൃത്യമായി അല്ലാഹു തആല പ്രതിപാദിക്കുകയാണ്. നിങ്ങൾ വിവാഹത്തിൽ ഏർപ്പെടണം, വൈവാഹിക ബന്ധത്തിലൂടെ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകും, നിങ്ങൾക്ക് പേരക്കുട്ടികൾ ഉണ്ടാകും. അങ്ങനെയാണ് ഈ കുടുംബ സംവിധാനം രൂപപ്പെടുന്നത് എന്ന് വളരെ കൃത്യമായി സൂറത്തു നഹ്ലിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒരു സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് കുടുംബമാണ്. ഒരു സമൂഹത്തിന്റെ, ഒരു സൊസൈറ്റിയുടെ പ്രഥമമായ യൂണിറ്റ് എന്ന് പറയുന്നത് അത് കുടുംബമാണ്. ആ കുടുംബത്തിലൂടെയാണ് സമൂഹം വളരുന്നതും വികാസം പ്രാപിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളും ഒരു കുടുംബമാണ്. നമ്മളും ഒരു കുടുംബമായി കഴിയുന്നവരാണ്. മക്കളും ബാപ്പയും അതുപോലെ തന്നെ ഉമ്മയും മക്കളും ജ്യേഷ്ഠ സഹോദരന്മാരും ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ കടന്നു പോകുന്ന കുടുംബാന്തരീക്ഷത്തിൽ കഴിയുന്നവരാണ് നമ്മളൊക്കെ തന്നെ. പക്ഷേ നമ്മൾ കേവലം ഒരു കുടുംബമല്ല. നമ്മൾ ഈ സമൂഹത്തിൽ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കേവലം ഒരു കുടുംബമല്ല. നേരെ മറിച്ച് നമ്മുടെ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കുടുംബം അറിയപ്പെടുന്നത് ആദർശ കുടുംബം എന്നാണ്. പല നിലക്കുമുള്ള സിദ്ധാന്തങ്ങളും ആദർശങ്ങളും അതുപോലെ തന്നെ ചിന്താധാരകളും വീക്ഷണങ്ങളും ഒക്കെയുള്ള കുടുംബാന്തരീക്ഷത്തിൽ നിന്നും നമ്മെ വേറിട്ട് നിർത്തുന്ന ഘടകം, എന്റെ കുടുംബത്തിന്റെ പ്രത്യേകത, എന്റെ കുടുംബത്തെ മറ്റു സമൂഹങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘടകം ഞാൻ ആദർശ കുടുംബമാണ് എന്നുള്ളതാണ്. ഏതാണ് ആദർശം? പല തത്വങ്ങളും സംഹിതകളും ഒക്കെ നിലകൊള്ളുന്ന ഈ സമൂഹത്തിൽ എന്നെ വേറിട്ട് നിർത്തുന്ന എന്റെ ആദർശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ആ ഒരു ഷഹാദത്ത് ഉച്ചരിച്ചവനാണ്, മനസ്സുകൊണ്ട് അംഗീകരിച്ച് നാവ് ഉച്ചരിച്ചവനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും ആ അല്ലാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്, ബാധ്യസ്ഥനാണ് എന്ന് അല്ലാഹുവോട് സാക്ഷി പറഞ്ഞിട്ടുള്ള, ആ ജീവിതത്തിൽ അതിനെ സാക്ഷി നിർത്തി മുന്നോട്ട് പോവാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹുവോട് സമ്മതിച്ച ആളുകളാണ് നമ്മൾ. അതാണ് നമ്മുടെ കുടുംബത്തിന്റെ ഒരു വ്യതിരിക്തത എന്ന് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആദർശമാണ് എന്നെ മറ്റുള്ള തത്വങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ആശയധാരകളിൽ നിന്ന് എല്ലാം എന്നെ വ്യത്യസ്തനാക്കുന്നത്. ഞാനൊരു ആദർശമുള്ള വ്യക്തിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് നമ്മുടെ മഹിമയും നമ്മുടെ വ്യത്യാസവും എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതിനെ സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് എപ്പോ കൈമോശം നമ്മൾ വരുത്തിയോ അവിടെയെല്ലാം അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് വാക്കുകൊണ്ട് ഉച്ചരിച്ച് അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്, പക്ഷേ ആ ഒരു ധാരയിൽ നിന്ന്, വഴിയിൽ നിന്ന് നമ്മൾ എപ്പോഴൊക്കെ വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കുടുംബാന്തരീക്ഷത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, പ്രവാചകന്മാരാണ് നമുക്ക് ഈ ജീവിതം എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ പഠിപ്പിക്കാൻ അല്ലാഹു തആല പറഞ്ഞയച്ച ദൂതന്മാരെന്ന് പറയുന്ന പ്രവാചകന്മാർ. അവരെല്ലാം കുടുംബപരമായി കുടുംബത്തോടൊപ്പം കഴിഞ്ഞവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത്, എങ്ങനെയാവണം മുന്നോട്ട് പോവേണ്ടത് എന്നൊക്കെ കൃത്യമായി പടച്ച തമ്പുരാൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി, മാതൃകയാക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ അവരെല്ലാം കുടുംബപരമായി മുന്നോട്ട് പോയ ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഒരു ആദർശ കുടുംബത്തിലെ നാഥന്റെ റോള് പലപ്പോഴും നമ്മൾ നിർവഹിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ആദർശ പിതാവാണ്, കുടുംബത്തിന്റെ നാഥനാണ്. തന്റെ മക്കളെ മരണാസന്നമായ വേളയിൽ അദ്ദേഹം തന്റെ മക്കളൊക്കെ വിളിച്ചു കൂട്ടുന്ന രംഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു പിതാവിന്റെ റോൾ, ഒരു പിതാവിന്റെ ഉത്തരവാദിത്വം, തന്റെ കുടുംബത്തോട്, മക്കളോട് കാണിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ് എന്ന് ആ ബാപ്പ മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയിൽ അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. അതെ, ഒരു ബാപ്പ വിളിച്ചിട്ട് മക്കളെ, അല്പം പ്രായപൂർത്തിയായ മക്കളാണ് അവരെ വിളിച്ചുകൊണ്ട് ആ പ്രവാചകൻ, ആ പിതാവ്, ആദർശ പിതാവ് മക്കളോട് ചോദിക്കുകയാണ്,
ഖാലു അവർ ചോദിക്കുന്ന ചോദ്യം, ഇത് ഹദറ യഅഖൂബൽ മൗതു ഇത് ഖാല ലിബനി മാ തഅബുദുന മിൻ ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക, നിങ്ങൾ ആർക്കാണ് ഇബാദത്തുകൾ സമർപ്പിക്കുക എന്ന് മക്കളോട് ചോദിക്കുന്നു. ആ മക്കൾ തന്റെ പിതാവിന്റെ ആദർശ പരമ്പര ആദർശത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മക്കൾ ബാപ്പയോട് യാതൊരു സംശയവും കൂടാതെ മറുപടി പറയുന്നത് ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ, ഏകനായ ഞങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയും ഇസ്ഹാഖ് നബിയും ഒക്കെ താങ്കളൊക്കെ പ്രാർത്ഥിച്ച് ആരാധിച്ചു പോന്ന ആ റബ്ബിനെ മാത്രമേ ഞങ്ങളും ആരാധിക്കുകയുള്ളൂ, അവന് മാത്രമേ ഞങ്ങൾ ആരാധനയുടെ സർവ്വവശങ്ങളും അർപ്പിക്കുകയുള്ളൂ എന്ന് ആ ബാപ്പക്ക് ആ മക്കൾ മറുപടി നൽകുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ നമ്മുടെ മക്കളെ പലപ്പോഴും ഒരു 18 വയസ്സാകുമ്പോ പ്രായപൂർത്തിയായി എന്ന് നമുക്ക് തോന്നുമ്പോ, ഒന്നിനാത്രം പോകുന്ന മക്കളായി എന്ന് നമുക്ക് തോന്നുമ്പോ നമ്മൾ നമ്മുടെ മക്കളെ അവരെ വഴിക്ക് വിടാറുണ്ട് പലപ്പോഴും. പക്ഷെ ഇവിടെയാണ് ഒരു ആദർശ കുടുംബത്തിലുള്ള വ്യക്തിയാണ് ഞാൻ എങ്കിൽ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോ, ഇത്തരം വികലമായ ചിന്താഗതികൾ നമ്മുടെ മക്കൾ വെച്ച് പുലർത്തുമ്പോ അരുതേ എന്ന് പറയാൻ ഓരോ ആപ്പാക്കും സാധിക്കണം, ഉമ്മാക്ക് സാധിക്കണം. അവിടെയാണ് ഒരു ആദർശ കുടുംബം, നല്ലൊരു കുടുംബാന്തരീക്ഷം സംജാതമാവുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു മകൻ, പ്രായപൂർത്തിയായ മകൻ ബാപ്പയോട് ഉപദേശിക്കുന്ന രംഗവും നമുക്ക് കാണാൻ കഴിയും. തന്റെ ആദർശത്തിൽ നിന്ന്, അതല്ല എങ്കിൽ സത്യമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച പിതാവിനെ ഉണർത്തുന്ന ഒരു മകനെയും നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പിതാവിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ഇത് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, ഒരു ഉപകാരവും ചെയ്യാത്ത, നിങ്ങൾക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത ഈ ബിംബങ്ങളെയും ഈ മരിച്ചുപോയ മഹത്വങ്ങളെയും നിങ്ങൾ എന്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് ബാപ്പയോട് ചോദിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, യാ ബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാതൻ സബിയ്യ, എന്നെ നിങ്ങൾ പിൻപറ്റണം. ഈ വിഷയത്തിൽ നിങ്ങൾ എന്റെ വാപ്പയാണ്, നിങ്ങൾ എന്റെ പിതാവാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ സഞ്ചരിക്കുന്ന ഈ റൂട്ട് ശരിയല്ല, വഴി ശരിയല്ല. അതുകൊണ്ട് എനിക്ക് അല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഈ മാർഗദർശനം വെച്ചുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റണം. ഈ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. മാത്രവുമല്ല, യാ അബതി ലാ തഅബുദി ശൈത്താൻ, ഇങ്ങനെ നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിനുള്ള ഇബാദത്താണ്, ശൈത്താനുള്ള ഇബാദത്താണ്. ഒരിക്കലും നിങ്ങൾ ആ പിശാചിനെ ആരാധിച്ചു പോവരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ, അല്ലാഹുവോട് എതിര് പ്രവർത്തിക്കുന്നവനാണ് പിശാച്, ശൈത്താൻ. അതുകൊണ്ട് ആ മാർഗം നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന് ഒരു മകൻ ബാപ്പയെയും ഉപദേശിക്കുന്നു. ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് നമ്മൾ നേരത്തെ കണ്ടത്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ബാപ്പ മക്കളെ വിളിച്ചുകൊണ്ട്, പ്രായപൂർത്തിയായ മക്കളെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ ആരെയാണ് എന്റെ കാലശേഷം ആരാധിക്കുക? അല്ലാഹുവിനെ മാത്രം. ആ മക്കൾ നൽകുന്ന ഉത്തരമാണ്. ഇവിടെ ഒരു ആദർശ പിതാവായി അബുൽ അംബിയ എന്ന് നമ്മളൊക്കെ പറയുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആ പ്രവാചകൻ ബാപ്പയെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. പക്ഷെ ആ ബാപ്പ ചെവിക്കൊണ്ടില്ല എന്നുള്ളത് വേറൊരു സത്യം. കുടുംബത്തിൽ അങ്ങനെയും ഉണ്ടാവാം. ആ സത്യ മാർഗത്തെ സ്വീകരിക്കാത്ത ആളുകൾ എന്റെ മക്കളിൽ ഉണ്ടാവാം. എന്റെ പിതാവ് ഒരു പക്ഷെ ആ മാർഗം സ്വീകരിക്കുന്ന ആളായിരിക്കാം, വേറിട്ട മാർഗം അല്ലെങ്കിൽ തെറ്റായ മാർഗം സ്വീകരിക്കുന്നവരായിരിക്കും. പക്ഷെ ഉപദേശിക്കുക, അവരോട് കാര്യം പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നല്ലൊരു കുടുംബം പിറവിയെടുക്കുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മള് കുഞ്ഞുമക്കളെ വിഷയം എടുത്തു പരിശോധിക്കുമ്പോ പലപ്പോഴും നമ്മള് അതൊക്കെ കുട്ടിയല്ലേ, ചെറിയ മോനല്ലേ, ചെറിയ കുട്ടിയല്ലേ, അവരോടൊക്കെ എത്രമാത്രം പറയേണ്ടതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. പ്രത്യേകിച്ചും ഈ ഒരു നമ്മുടെ തലമുറ വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യം നമുക്കറിയാം മോശമാണ്. അന്തരീക്ഷം വളരെ മലീമസമാണ് എല്ലാം കൊണ്ടും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതിന്റെ ജ്വരം നമ്മുടെ മക്കളിൽ വല്ലാതെ ഭ്രമിച്ചിരിക്കുകയാണ്. ഇത്തരം ഘട്ടത്തിൽ വിശേഷിച്ച് നമ്മുടെ മക്കളുടെ വഴികളും അവർ സഞ്ചരിക്കുന്ന പാതകളും അവരുടെ കൂട്ടുകെട്ടുകളും എല്ലാം പരിശോധിക്കുക, എല്ലാം ഒന്ന് വിലയിരുത്തുക എന്നുള്ളത് ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കുട്ടികൾ എന്തുകൊണ്ട് വഴിതെറ്റുന്നു? കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രഥമ വിദ്യാഭ്യാസം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്?
അവർക്ക് നമ്മൾ മദ്രസയിൽ നമ്മൾ അവരെ പറഞ്ഞു വിടാറുണ്ട്, സ്കൂളിൽ വേണ്ടത്ര വിദ്യാഭ്യാസം കൊടുക്കാറുണ്ട്, ഭൗതികപരമായിട്ടുള്ള സകലമായ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കാറുണ്ട്. ഇതൊന്നും വേണ്ട എന്നല്ല, ഇതെല്ലാം കാലത്തിന് വേണ്ടതും ആവശ്യമായതും ഒക്കെയാണ്. പക്ഷേ പ്രഥമമായി നമ്മൾ കൊടുക്കേണ്ട ഒരു ആശയം ഉണ്ടായിരുന്നു. അതാണ് ലുക്മാൻ അലൈഹിസ്സലാം. അതാണ് ഖുർആനിൽ അവിടെയും മാതൃകയുണ്ട് എന്ന് പറയുന്നത്. പിഞ്ചുമോനെ വിളിച്ചുകൊണ്ട് ആ വിളിയിൽ തന്നെ അത് പിഞ്ചു മോനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെ നേരത്തെ ഈ ബനീഹി എന്നാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം മക്കളെ വിളിച്ചത്. ബനി എന്ന് പറഞ്ഞാൽ ഒരല്പം, ഇബ്ൻ എന്ന് പറയുമ്പോൾ ഒരല്പം മുതിർന്ന കുട്ടിയാണ്. എന്നാൽ ബുനയ്യ എന്നാണ് ഇവിടെ ലുക്മാൻ അലൈഹിസ്സലാം മോനെ വിളിക്കുന്നത്. യാ ബുനയ്യ, യാ ബുനയ്യ, കുഞ്ഞുമോനെ എന്ന പ്രയോഗമാണ് അറബി ഭാഷയിൽ ബുനയ്യ എന്ന വാക്കിന് അർത്ഥം. യാ അബി എന്ന് പറഞ്ഞ പിതാവ് എന്നാണ് അർത്ഥം. യാ അബത്തി എന്ന് പറയുമ്പോ അതിനൊരല്പം കൂടി മനസ്സിലുള്ള ഒരു റഹ്മത്തിന്റെ വാക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു വികാരം കൂടി കടന്നു വരുന്നുണ്ട്. യാ അബത്തി, എന്റെ പൊന്നു പിതാവേ. അതുപോലെ യാ ബുനയ്യ എന്ന് പറയുന്നത് എന്റെ പൊന്നുമോനെ എന്ന അർത്ഥത്തിലാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഒന്നാമതായി ലുക്മാൻ അലൈഹിസ്സലാം നൽകുന്ന മറുപടി ചോദ്യം അല്ലെങ്കിൽ ഉപദേശം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ, കുഞ്ഞുമോനെ, നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അല്ലാഹുവിന് കൊടുക്കേണ്ട കഴിവുകൾ, അല്ലാഹുവിന് കൊടുക്കേണ്ട സമർപ്പിക്കേണ്ട ആരാധനകൾ, ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും, നേർച്ചകളും വഴിപാടുകളും സർവസ്വവും അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. അതിനാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നത്. അവിടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേണ്ടി വന്നിട്ടില്ല. അവർക്കറിയാമായിരുന്നു ആരാണ് ഈ കഅബാലയത്തിന്റെ രക്ഷിതാവ്. അതവർക്ക് കൃത്യമായി അറിയാം, അത് അള്ളാഹു ആണെന്ന് അവർ അറിയാം. ആരാണ് നിങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത്, നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ്, അന്നം നൽകുന്നത് ആരാണ്? എല്ലാറ്റിനും മക്കയിലെ മുശ്രിക്കുകൾ നൽകിയ മറുപടി, അല്ലാഹ്. ഇതൊക്കെ ഞങ്ങൾക്ക് നൽകുന്നത് പടച്ചോനാണ്. ഞങ്ങളെ സൃഷ്ടിച്ച്, ഞങ്ങളെ പരിപാലിച്ച്, ഞങ്ങൾക്ക് അന്നം നൽകുന്ന എല്ലാ കഴിവുള്ളവൻ അല്ലാഹു തആല മാത്രമാണ്. പക്ഷേ അവർ അല്ലാഹുവോടൊപ്പം അവർ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ആരാധ്യ വസ്തുക്കൾ ഉണ്ടായിരുന്നു, പുണ്യപുരുഷന്മാരുണ്ടായിരുന്നു. അവർ ഇടയാളന്മാരായി പലരെയും സ്വീകരിച്ചിരുന്നു അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അല്ലാഹുവിന്റെ ഇടയാളന്മാരെ സ്വീകരിക്കുന്നത്, മധ്യവർത്തികളെ എന്തിനാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നൊക്കെ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുമ്പോ അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെയും ഞങ്ങൾക്ക് നാളെ അല്ലാഹുവിൽ ശുപാർശക്കാരാണ്. അങ്ങനെ ഒരു തത്വം ഇസ്ലാമിലില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത്. വഇദാ സഅലക ഇബാദി അന്നി, അല്ലാഹു വളരെ കൃത്യമായി പറയാൻ, ആരാണ് അല്ലാഹു, ആരാണ് അല്ലാഹു, എന്നെ പറ്റി എന്റെ ദാസന്മാർ എന്നെ പറ്റി താങ്കളോട് ചോദിച്ചാൽ അവർക്ക് കൊടുക്കേണ്ട ലളിതമായ സുന്ദരമായ ആശയം എന്താണ്? ഫഇന്നി ഖരീബുൻ, ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. ഓരോ അടിമയോടും ഓരോ സൃഷ്ടിയോടും ഏറ്റവും അടുത്ത് നിൽക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും എന്ന ആ ഒരു നിബന്ധനയാണ്. എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ മധ്യവർത്തികളുടെ ആവശ്യമില്ല, ഇടയാളന്മാരുടെ ആവശ്യമില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. നിങ്ങളുടെ പ്രയാസങ്ങൾ കാണാൻ, നിങ്ങളുടെ വിഷമങ്ങൾ അറിയാൻ ഏറ്റവും കഴിവുള്ളവൻ അല്ലാഹ് മാത്രമാണ്. എന്നോട് നിങ്ങൾ ചോദിക്കുക, എന്നോട് പറയുക. ഈ ഒരു തത്വത്തെയാണ് ഇസ്ലാമിക ആദർശ പരമ്പര നമ്മൾ പരിശോധിക്കുമ്പോ, പ്രവാചക കുടുംബ പരമ്പര പരിശോധിക്കുമ്പോ, അവരൊക്കെ തന്നെയും ആ കുടുംബത്തോടും അവരുടെ സമൂഹത്തോടും പ്രഥമമായി പറഞ്ഞ വിഷയം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് മകന് നൽകുന്ന ഉപദേശങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരുപാട് കാലഘട്ടത്തിൽ വിശേഷിച്ചും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് ഉപദേശങ്ങൾ. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫി സഹറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. ഒരു അണുമണി തൂക്കം വലിപ്പമുള്ള, കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത അത്രയും വലുപ്പമുള്ള ചെറുപ്പം ഉള്ള വസ്തുവാവട്ടെ, അതെല്ലാം അറിയാനും അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയാനും റബ്ബിന് കഴിയും എന്ന പടച്ചവനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് മക്കൾക്ക് കൊടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹം നൽകുന്ന ഉപദേശം, സ്കൂളിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാവട്ടെ, ടൂർ പോയിക്കോട്ടെ, എവിടെങ്കിലും ആവട്ടെ, പക്ഷേ മോനെ നീ നിസ്കാരത്തെ മുറ പോലെ നിർവഹിക്കണം. നമ്മുടെ മക്കളൊക്കെ നമ്മൾ സ്കൂൾ വിട്ടു വരുമ്പോ ചോദിക്കാറുണ്ടോ, നമ്മള് എവിടെ നിസ്കരിച്ചു, ദുഹർ എവിടുന്നാണ് നിസ്കരിച്ചത്, അസർ നിസ്കരിച്ചോ മോനെ? ഇതൊക്കെ ചോദിക്കാൻ പലപ്പോഴും ബാപ്പാക്കും ഉമ്മാക്കും പേടിയാണ്.
മോനോ മോളോ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല, ചൂടാവോ എന്നുള്ള പേടി. നമ്മൾ തീറ്റിപ്പോറ്റുന്ന മക്കളോട് നിസാരമായ ഉപദേശങ്ങൾ പോലും പലപ്പോഴും ബാപ്പാക്കോ ഉമ്മാക്കോ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിനപ്പുറം വലിയ ദുഃഖകരമായ കാര്യം എന്താണ്? അതിനേക്കാളും മോശമായ കാര്യം എന്താണ്? നമ്മൾ തീറ്റിപ്പോറ്റുന്ന കുട്ടിയോട് മോനെ നിസ്കരിച്ചോ, നിസ്കരിച്ചില്ലേ നിസ്കരിക്ക് എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപദേശം കാണാം, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ വന്ന അതിഥികളെ നോക്കാൻ പോലും സാധിക്കുന്നില്ല. ആരാ വന്നത്, ആരാ അവിടെ കയറി വന്നത് ഒരു പിടുത്തമില്ല. അവനും അവന്റെ മൊബൈൽ ഫോണും അവന്റെ റൂമും ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികൾ കഴിഞ്ഞുകൂടുന്നത്. അവിടെയാണ് ഇവിടെ ജനങ്ങളോട് നിന്റെ മുഖം കോട്ടാൻ പാടില്ല, അവരോടൊക്കെ പ്രസന്നവതരായി എപ്പോഴും അവരെ അഭിമുഖീകരിക്കണം. സമൂഹത്തിൽ നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ കുടുംബത്തിൽ നിനക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ വിഷയങ്ങളൊക്കെ തന്നെയും സാരോപദേശങ്ങൾ തന്റെ മകന് പകർന്നു കൊടുക്കുന്ന ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ കുടുംബത്തിന്റെ വിഷയത്തിൽ വല്ലാതെ അസ്വസ്ഥരാണ്. ഭയങ്കര പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഒരു നിലക്കും മുന്നോട്ട് പോകുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരണയില്ല. അങ്ങനെയുള്ള വേവലാദികളും ആവലാദികളും ഒക്കെയാണ് കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ പറ്റി. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയെ പറ്റി പറയുമ്പോ എന്റെ ഭാര്യ എന്നെ പറ്റി ഒരു പക്ഷെ പറയുന്നുണ്ടാവേക്കാം. എന്റെ മക്കൾ എന്റെ കുറ്റവും കുറവും അല്ലെങ്കിൽ എന്റെ പ്രയാസപ്പെടുത്തലുകളെ പറ്റി പറയുമ്പോ ഞാൻ മറ്റുള്ളവരോട് എന്റെ മക്കളുടെ കൊള്ളരുതായ്മകളെ കുറിച്ച് ഞാൻ പറയാം. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, ധാർമ്മികമായ ഉപദേശങ്ങൾ അതൊന്നും പാലിക്കാതെ ഒരു കുടുംബം സുഗമമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട, നമ്മൾ ഒരിക്കലും കൈമോശം വരാതെ കൊണ്ടു നടക്കേണ്ട കാര്യം ഈ ആദർശം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സംഹിതയിൽ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ പടുത്തുയർത്തുവാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ കുടുംബാന്തരീക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസകരം അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും തോന്നാതെ വളരെ സുന്ദരമായി ഈ ആദർശത്തിലൂന്നിയ കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഖുർആനിന്റെയും പ്രവാചകാധ്യാപനങ്ങളിലൂടെയും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു കുടുംബാന്തരീക്ഷമാണ് നമ്മൾ ആഗ്രഹിക്കുകയും അള്ളാഹുവോട് തേടുകയും ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ആദർശം മുറുകെ പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദിൽ അടിയുറച്ചു മുന്നോട്ട് പോകുന്ന കുടുംബം സംജാതമാകുവാൻ എല്ലാ നിലക്കുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലപ്പോഴും നമ്മളൊക്കെ ഒരു സ്വഭാവം വലിയ ഉപദേശകന്മാരൊക്കെ ആയിരിക്കും, പക്ഷേ നമ്മുടെ ഉപദേശങ്ങൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടിൽ കഴിയുന്ന അല്ലെങ്കിൽ നാമുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളോട് ഉപദേശിക്കുന്നതിന് പകരം സമൂഹത്തിലെ പലരോടും നമ്മൾ പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വെക്കാറുണ്ട്. പക്ഷെ ഖുർആനിന്റെ ഒരു സമീപനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിച്ച ഒരു ശൈലിയും രീതിശാസ്ത്രവും ഉണ്ട്. ഉപദേശത്തിന്റെ ഒരു രീതിശാസ്ത്രം അത് എവിടുന്നാ തുടങ്ങേണ്ടത്? ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, വഅൻദിർ അശീറത്തക്കൽ അഖറബീൻ. അക്രബീങ്ങളായിട്ടുള്ള ആളുകളോടാണ് താങ്കളുടെ ഉപദേശങ്ങൾ. അവരെ ഉണർത്തേണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടത് സ്വന്തക്കാരിൽ ഏറ്റവും അടുത്ത ബന്ധു. അക്റബ് എന്ന് പറഞ്ഞാൽ, ഖരീബ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ എന്നാണ്. ബന്ധു എന്ന് പറഞ്ഞാൽ രക്തബന്ധമുള്ളവരും അതുപോലെയുള്ള ബന്ധമുള്ള ആളുകൾക്കാണ് ഖരീബും അഖരിബ ഒക്കെ പറയാം. അപ്പോ അവിടെയാണ് നിങ്ങൾ തുടക്കം കുറിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം എന്നാണ് വളരെ കൃത്യമായി യാതൊരു അർത്ഥശങ്കയ്ക്കും വകയില്ലാത്ത വിധം ഖുർആൻ കൃത്യമായി പറയുന്നത് ഈ രൂപത്തിലാണ്. സ്വന്തം കുടുംബത്തിൽ, മക്കളിൽ, ഭാര്യയിൽ, ഭർത്താവിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കൊള്ളരുതായി കാണുമ്പോ, വേണ്ടാധീനങ്ങൾ കാണുമ്പോ അരുത് എന്ന് പറയാൻ, ചെയ്യരുത്, ശരിയല്ലല്ലോ എന്ന് ഉപദേശിക്കാനുള്ള ഒരു നല്ലൊരു സന്മനസ് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പാലിക്കേണ്ട, നമ്മോട് ചെയ്യേണ്ട ഏറ്റവും വലിയ മര്യാദ.
നമ്മൾ സമൂഹത്തിൽ നാട്ടുകാരൊക്കെ നന്നാക്കുന്നതിന് അല്ലെങ്കിൽ ഉപദേശിക്കുന്നതിന് മുമ്പ് എന്റെ കുടുംബം എങ്ങനെ ആ വിഷയത്തിൽ, എങ്ങനെയാണ് എന്റെ കുടുംബം, എന്റെ മക്കൾ പോകുന്നത്, എന്റെ ഭാര്യ എങ്ങനെയാണ്, എന്റെ ഭർത്താവ് ആ വിഷയത്തിൽ എങ്ങനെ, ആ രൂപത്തിലുള്ള സ്വന്തക്കാരിൽ നിന്നുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവരോടുള്ള ഉപദേശങ്ങളും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുമാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രൂപത്തിലാണ് ഒരു കുടുംബം സുന്ദരമായി മുന്നോട്ട് പോവുക എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം കുടുംബ ബന്ധങ്ങൾക്ക് വിള്ളലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക. പല കുടുംബങ്ങളും നിസ്സാര കാര്യങ്ങൾ, കല്യാണം വിളിക്കാത്തതിന്റെ പേരിൽ, പോക്ക് പറയാത്തതിന്റെ പേരിൽ, ഇങ്ങനെ തുടങ്ങി നമുക്ക് ഒരല്പം ലജ്ജയും മാനവും ഉണ്ടോ എന്ന് തോന്നിപ്പോകും വിധമുള്ള കാരണങ്ങൾ വെച്ചുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത്. ബാപ്പയോട് മുണ്ടാത്ത മക്കൾ, മക്കളോട് യാതൊരു ഇടപാടുമില്ലാത്ത വാപ്പമാരും ഉമ്മമാരും, ഈ രൂപത്തിൽ സഹോദരങ്ങളോട് പരസ്പരം തെറ്റിപ്പിണങ്ങി നിൽക്കുന്ന മനുഷ്യന്മാർ, ഇതൊക്കെ എങ്ങനെ? അവൻ 5 വക്ത് നിസ്കരിക്കാൻ വരുന്നവർ അങ്ങനെയുള്ള പള്ളിയിൽ വരേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുടുംബ ബന്ധമൊക്കെ മുറിച്ച് വിച്ഛേദിച്ച് അവൻ നിസ്കരിച്ചിട്ടൊന്നും വലിയ ഫലമൊന്നുമില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കൂട്ടത്തിൽ നിങ്ങൾ മുറപ്രകാരം സൂക്ഷിക്കേണ്ട വിഭാഗമാണ് നിങ്ങളുടെ കുടുംബം എന്ന് വളരെ കൃത്യമായി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാന്ത്യം വരെ ഈ ആദർശ കുടുംബത്തിന്റെ ഒരു ഭാഗമായി പോകുവാനും അതോടൊപ്പം നമ്മുടെ മക്കളും നമ്മുടെ വളർന്നു വരുന്ന തലമുറയും എല്ലാം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വാഹകരായി, പ്രചാരകരായി, അതിന്റെ പ്രയോക്താക്കളായി മുന്നോട്ട് പോവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതിലൂടെ മാത്രമാണ് ഒരു ധാർമ്മികമായ കുടുംബാന്തരീക്ഷവും സാമൂഹികാന്തരീക്ഷവും സംജാതമാവുക എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല കുടുംബമായി, ആദർശബോധമുള്ള കുടുംബമായി, ധാർമ്മിക മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കുടുംബങ്ങളായി ജീവിക്കുവാനും ആ രൂപത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ എല്ലാം പൊറുക്കുന്ന ഗഫാറും തവ്വാബുമായ അല്ലാഹുവേ, ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉരുവിട്ടുകൊണ്ട് ഒരു യഥാർത്ഥ മുഅ്മിനായി മുവഹിദായി ഈ ലോകത്തു നിന്നും വിട പറയാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന, ശാരീരികമായും സാമ്പത്തികമായി കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ. എല്ലാവരുടെയും പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം പരിഹരിച്ച് ജീവിതത്തിൽ സലാമത്തും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉ